അരവിന്ദ്. ഹലോ. വന്നോണ്ടിരിക്കുക. ഹലോ. ഫോൺ സ്വിച്ച് ഓഫ് ആയടാ. വാ പോ. എടാ മനോഹർ, നമുക്ക് ഒന്നുകൂടെ പോയി നോക്കിട്ട് വന്നാലോ? ഷനു, ഇപ്പൊ തന്നെ ഏരിയയിൽ നമ്മൾ കുറെ തവണ കിടന്ന് കറങ്ങി. അവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഒരുമാതിരി നോക്കുക. വൈഷ്ണവ് ഓഫീസിൽ വരും. വാ. എടാ, നമ്മൾ പോയപ്പോ വന്ന് കാണില്ല, ഇപ്പൊ വന്ന് കാണും. ഒന്ന് പോയി നോക്കണം. ഷനു, നിനക്ക് മനസ്സിലാവുന്നില്ലേ? അവളിവിടെ ഇല്ലായിരിക്കും. അവൾ ഓഫീസിലേക്ക് വരും. നീ വാ. അരവിന്ദ് സുഖം വിളിച്ചോണ്ടിരിക്കുക. നീ വാ. എടാ, ഒരു തവണ പ്ലീസ്. ഷനു, ഞാൻ പറയുന്നത് കേക്ക്. ഒത്തിരി വർക്ക് ബാക്കിയുണ്ട്. നീ വിളിച്ചുടങ്ങി ഞാൻ വന്നില്ലേ? ഇപ്പൊ പറയുന്നത് കേക്ക്. വാ. ശരി, എന്നെ നീ പൊക്കോ. ഞാൻ ഇവിടെ കണ്ടിട്ട് വരുന്നുള്ളൂ. ബോധമില്ലാതെ സംസാരിക്കാതെ. മഴയും വരുന്നുണ്ട്. വാ, വണ്ടി കയറി. നിന്നോടല്ലേ പോകാൻ പറഞ്ഞേ? പോയേ. ഷനു, നീ ആവശ്യമില്ലാത്ത സംസാരിക്കുന്ന. മഴ വരിക. വണ്ടി കയറി. വാ. നീ ആരോടെ ചൂടാവുന്നേ? ആരോടെ കാർ എടുക്കാൻ പറയുന്നേ? നീ ആദ്യം പോ നോക്ക്. ഞാൻ വന്നോളാം. ഞാൻ ആരാന്നോ? സൂപ്പറാ, സൂപ്പർ. നീ വിളിച്ചുടനെ ഞാൻ വന്നില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഷനു, വണ്ടി എടുക്ക്. ഞാൻ പറയുന്നേക്ക്. ഞാൻ വരില്ല, നീ പോ. ഷനു, നാട്ടിലേക്ക് പോവാം. വാ. എന്തുവാടേ കാണിക്കുന്നത്? നിനക്ക് എന്ത് വേണം? നിനക്ക് എന്ത് വേണമെന്ന്? കാശ് വേണോ? അല്ലേ, ഇപ്പൊ തരാം. ദാ പിടിക്ക്. മൊത്തം ഉണ്ട്, കാർഡും ഉണ്ട്. കൊണ്ട് പോടാ. പോ. ഷനു, നിനക്ക് എന്താടാ പറ്റിയേ? എന്താ ഇങ്ങനെ പെരുമാറുന്നത്? സോറിടാ മനോഹർ, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നല്ല. സോറി. എടാ, ഞാൻ പറയുന്നത് നീ കേൾക്കൂല്ലയോ? ഒരു തവണ എനിക്ക് വൈഷ്ണവ് എന്ന് കാണണോടാ. ഒരു തവണ കണ്ടാ മതി, പ്ലീസ് ഡാ. ഞാൻ പറയുന്നത് കേക്കടാ. ഞാൻ പറയുന്നത് കേൾക്കുമല്ലോ നീ? ഷനു, വൈഷ്ണവ് നിനക്ക് വേണ്ടി തിരിച്ചു വരുവാടാ. നീ ഇത്രയും സ്നേഹിക്കല്ലേ? ഉറപ്പായിട്ട് വരുവാടാ. നമുക്കിപ്പോ നാട്ടിലേക്ക് തിരിച്ചു പോവാടാ. പ്ലീസ് ഡാ. നമുക്ക് പോയാലോ? ആടാ ഷനു. ഉറപ്പായിട്ടും വൈഷ്ണവി വരുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും വരുവാടാ. വൈഷ്ണവി വരുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും വരുവാടാ. നീ വാ.